പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. പിന്നെ ഇത് ഏകദേശം ഒരു 3 മാസം പ്രായമായി. ഇതിന്റെ ഫാദറൊക്കെ നമ്മൾ കൊടുത്തു. ഇപ്പൊ ഈ ലാസ്റ്റ് ആ ഫാദർ കൊടുക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ബാച്ച് കുഞ്ഞാണ്. ഇതിന് മദർ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പൊ പൊഴുതി കിടക്കാണ്. ഇത് ഏകദേശം 3 മാസം പ്രായമായി. ഇത് ഇപ്പോഴും മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഇത് മനസ്സിലാവുന്നില്ല. ഇത് പൊതുവെ ഒരുവിധം കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു 3 മാസം പ്രായമാകുമ്പോഴേക്ക് തന്നെ മനസ്സിലാവും. ഇത് തീരെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഏകദേശം ഒരു 80% ഫീമെയിൽ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇത് മെയിലോ ഫീമെയിലോ അറിയുന്ന ആൾക്കാർ ആരെയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ കഴിഞ്ഞ ഞാൻ എപ്പിസോഡില് നമ്മളെ ഒരു കീരിയുടെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാ കീരി. അതിൽ 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ തണുപ്പുള്ള കാലാവസ്ഥ എങ്ങനെ പാരറ്റ് ബീക്കിനെ എങ്ങനെ കെയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ പൊതുവെ ഇത് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഈ പാരറ്റ് ബീക്കിനൊക്കെ ഈ അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. അത് എങ്ങനെ കെയർ ചെയ്യാന്നുള്ളത്, ഒന്ന് നമ്മുടെ കേജ് ഹൈജീനിക് ആയിരിക്കണം. പിന്നെ ഗ്രില്ല് കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും നൈറ്റിൽ മറിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഇതിന് വെള്ളം വെച്ചു കൊടുക്കുന്ന സമയത്ത്, കാരണം കുഞ്ഞ് ബീക്ക് ആയതുകൊണ്ടും വളഞ്ഞ പാരറ്റിനോട് സാമ്യമുള്ള ബീക്ക് ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് ഉയരത്തിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം താഴെ വെച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് മൂക്ക് കൂടെ കയറി ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡുകളൊക്കെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കുന്ന ഫുഡ് പിറ്റേന്ന് രാവിലെ അത് കഴിയുന്ന വൃത്തിയാക്കിയതിന് ശേഷം നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കമന്റില് കണ്ണില് പത വരുമ്പോൾ എന്ത് മെഡിസിൻ ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് കണ്ണില് പത വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് മോക്സി കാറ്റി ഐ ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ഇത് ഒരു വെറ്റിനറി ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. മോക്സി കാറ്റി ഐ ഡ്രോപ്സ് എന്നാണ് ആ മെഡിസിന്റെ പേര്. അപ്പം ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ ഈ ഒരു കീരിയുടെ കാര്യം പറഞ്ഞപ്പം ഇത് സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പത വരുമ്പേ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ തുടക്കത്തിലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവേണ്ടതാണ്. പിന്നെ മെയിനായിട്ട് കഫക്കെട്ടും കാര്യങ്ങളും ഉണ്ടാവും. ആ കഫക്കെട്ടിന് വെറ്റനറി ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അസിത്രോമൈസിൻ ആണ്, സിറപ്പാണ്. ഓക്കെ, അപ്പൊ അത് 0.5 ml വെച്ചിട്ട് ആ വലിയ കീരിയില്ലേ, വലിയൊരു അഡൽട്ട് മെയിലില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതിന് വലിയ അഡൽട്ട് മെയിലിന് 0.5 ml വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ കുറെയൊക്കെ മാറ്റമുണ്ട് കേട്ടോ. ആള് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 കമന്റിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു വീഡിയോ ആണ്, അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പ്രാവശ്യം ഞാനത് മാക്സിമം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞ് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ബൈ.